ഈ പ്രദേശവാസിയാണോ? ഇവിടെ അടുത്തുള്ള. എന്താണ് ഈ തരത്തിലുള്ള വലിയ പ്രതിഷേധത്തിലേക്ക് നിങ്ങൾ നീങ്ങാനുള്ള കാരണം? എന്താ പുറത്തിറങ്ങാൻ നിർത്തിയുണ്ടേ? ഇതാണ് അവസ്ഥ. നിങ്ങൾ കാണുന്നല്ലേ, ലൈവ് കാണുന്നല്ലേ? ഇത് തന്നെയാണ് ഇവിടെ ഈ നാട്ടിലെ അവസ്ഥ. രാത്രിയായി കഴിഞ്ഞ ഒരു മനുഷ്യന് പുറത്തിറങ്ങാത്ത അവസ്ഥയാണ്. നിങ്ങൾ ഈ പലതവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതല്ലേ? എന്താണ് അവരുടെ ഭാഗത്ത് നോക്കിയുള്ള സമീപനം അത്രമേൽ നിരാശപ്പെടുത്തുന്നതാണോ? അധികാരികളുടെ പ്രവൃത്തി എന്താണെന്നുള്ളത് ഇതുവരെ ഇത്രയും നേരം ഞങ്ങളിവിടെ നിന്നിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളും കൂടി തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആളുകളെ വെറുതെ വട്ടന്മാരാക്കുന്ന ഒരു പരിപാടിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അധികാരികൾ കടുവ മനുഷ്യനെ തിന്നാൻ വേണ്ടി കാത്തിരിക്കുക. ഞാനൊരു കർഷകനാണ്. 4 ഏക്കർ സ്ഥലത്ത് ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. വാഴയാണ്. അതിപ്പം നനച്ചു കൊടുക്കേണ്ട സമയമാണ്. പകൽ ഈ കത്തുന്ന വെയിലിൽ നനച്ചിട്ട് കാര്യമില്ല. സാധാരണ നനച്ചുകൊണ്ടിരുന്നത് വൈകുന്നേരങ്ങളിലും രാവിലെ ആയിരുന്നു. ഇപ്പോൾ കടുവ 2 മാസമായി ഇവിടെ വന്നിട്ട്. 2 മാസമായിട്ട് നനവില്ല. നിങ്ങൾ എൻ്റെ തോട്ടം വന്ന് സന്ദർശിച്ചോളൂ. നല്ല 1-ാം നമ്പർ വാഴയാണ്. മൊത്തം ഉണക്കടിച്ചിട്ട് ഇലയെല്ലാം ഇടിഞ്ഞ് നാശത്തിൻ്റെ വക്കിലേക്ക് പോകും. ഇതിനൊറ്റ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ജീവനിൽ എനിക്ക് ഭീഷണി ഉള്ളതുകൊണ്ട്, എനിക്ക് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് നനയ്ക്കാൻ പറ്റുന്നില്ല. നനച്ചിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ 4 ഏക്കർ കൃഷി നശിക്കും. ഈ കൃഷി നശിക്കുന്നതിന് കാരണക്കാരാരെന്ന് വെച്ചാൽ ഇവിടുത്തെ വനം വകുപ്പാണ്. എവിടെ നിന്നൊക്കെ ഏതൊക്കെയോ നാട്ടുകളിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് വിട്ടാണ് കടുവേനെ. അല്ലാണ്ട് ഈ നാട്ടിലെ കടുവയല്ല അത്. ഇവിടെ കടുവ ഉണ്ടായിരുന്നില്ല. എനിക്ക് 50 വയസ്സുണ്ട് പ്രായം. എൻ്റെ ഈ ഓർമ്മ വെച്ച കാലം മുതൽ ഇതേമാതിരി ഒരു മൃഗശല്യം ഇല്ലാത്ത സ്ഥലം. പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ കുറുക്കനുണ്ടായിരുന്നു. ഇപ്പോൾ കുറുക്കനില്ല. അതിനുശേഷം മയിൽ വരാൻ തുടങ്ങി, മലയെണ്ണം വരാൻ തുടങ്ങി, പന്നി വരാൻ തുടങ്ങി. ഇതിപ്പോൾ കടുവ കാരണം നമുക്ക് വീട്ടിൽ പുറത്തിറങ്ങാൻ മേലാത്ത അവസ്ഥയാണ്. ഇതിന് പരിഹാരം കണ്ടെത്താൻ ഇവിടുത്തെ ജനപ്രതിനിധികൾക്കായിട്ടില്ല, ഉദ്യോഗസ്ഥർക്കായിട്ടില്ല. ഇപ്പം ഇതിന് അടിയന്തരമായിട്ട് ചെയ്യേണ്ടെന്ന് ഈ കടുവേനെ വെടിവെച്ച് കൊല്ലുക. ഈ ഒരു ഇവിടെ ഇപ്പോ മന്ത്രിതല സംഘം ഇങ്ങോട്ട് വരുമെന്ന് പറയുന്നു. 20-ാം തീയതി ഇവിടെ ജനപ്രതിനിധികളുടെ കൂടെ കൂട്ടി യോഗം ചേരുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പരിഹാരങ്ങളിലേക്ക് തുടരുകയാണ്. സംഘർഷ സാധ്യതയ്ക്ക് അയവുണ്ടെങ്കിൽ പോലും പ്രതിഷേധക്കാർ ഇപ്പോഴും സ്ഥലത്ത് തുടരുകയാണ്. ഈ നിരന്തരമായി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണത്തിൽ ഒരു ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യമാണ് പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ശാശ്വത പരിഹാരം കാണാതെ ഈ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് ഈ പ്രതിഷേധക്കാർ പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ കാട്ടാനയുടെ ആക്രമണത്തെ തുടർന്ന് മരിച്ച പോളിന്റെ മൃതദേഹം ആംബുലൻസിൽ നിന്ന് പുറത്തിറക്കാൻ സമ്മതിക്കാതെ നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. സർവകക്ഷി യോഗത്തിൽ കുടുംബത്തെ പങ്കെടുപ്പിച്ചില്ലെന്നാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ആരോപണം. യോഗ തീരുമാനങ്ങൾ രേഖാമൂലം അറിയിക്കാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന നിലപാടാണ് നാട്ടുകാർ സ്വീകരിക്കുന്നത്.